മാഷേ വരി പറയട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ പഠിക്കാത്തൊരു ഗൾഫിക്ക് വരുന്നേക്കാളും നല്ലത് നാട്ടിൽ കൂലിപ്പണി എടുക്കാണെന്നൊക്കെ. മറ്റുള്ളവരുടെ ജീവിതം കളറാക്കാൻ വേണ്ടി സ്വയം മങ്ങിയ 1000-ൽ ഒരാളെയാണ് ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടത്. പേരുകൊണ്ട് ഓലും ഗൾഫുകാർ തന്നെയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിന്ന് വെച്ച് വിവേകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഞാൻ തന്നെയാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു പ്രവാസികളെ കുറിച്ചുള്ള വീഡിയോ ഒന്ന് കണ്ടുനോക്കുമെന്ന് പറഞ്ഞു. വീഡിയോ കണ്ടപ്പോൾ എനിക്കറിയാവുന്നൊരു ടീമാണ്, ജാഫർക്ക ടീമിൻ്റെ ഒരു വീഡിയോ ആണ്. പടച്ചറബേ, ഞാനത് കണ്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ. അതിൽ പറഞ്ഞൊരു കാര്യം എത്ര കറക്റ്റാണ്. ഒരു മരുമകനായ ഒരാൾ, സ്കൂളിൽ നല്ല ജോലിയുള്ള, നല്ല 10-65 റുപ്യ ശമ്പളമുള്ള ഒരാൾ, അമ്മോശം വാപ്പ ഗൾഫിലാണ്, ദുബൈയിലാണ്. അപ്പോൾ അമ്മോശം വാപ്പാനെ കാണാനാണെന്ന് പറഞ്ഞ് ദുബൈക്കൊന്ന് കറങ്ങാൻ വേണ്ടി അമ്മോശം വാപ്പാടെ ചിലവിൽ ഗൾഫിലേക്ക് പോവുകയാണ്. ഗൾഫിലേക്ക് പോയിട്ട് അവനക്ക് അവിടുത്തെ സൗകര്യങ്ങളൊന്നും പിടിക്കണില്ല. അവിടെ അവനക്ക് ബുർജ് ഖലീഫ, എന്താണ് ആ പ്രവാസിയുടെ അവസ്ഥ എന്ന് പോലും അറിയാതെ ആ മരുമകൻ ആ പ്രവാസിയായ അമ്മോശം വാപ്പാനെ പിഴിയുന്നതാണ് ആ വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നത് എൻ്റെ മൂത്ത മോളുടെ കൂടെ. ഓളിത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര സങ്കടം, അവൾക്ക് ഭയങ്കര ഫീലായി. സാധാരണ എൻ്റെ കൂടെ അങ്ങനെ വീഡിയോ കാണാൻ ഇരിക്കലില്ല, ഇതെന്തോ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇരുന്നതാണ്. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു അതിപ്പോൾ ഒരു പാർട്ട് 1 ആട്ടോ, ഇതിൻ്റെ പാർട്ട് 2 കൂടി ഒന്ന് കാണണം, അതൊന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഏതായാലും ആ വീഡിയോ ഒന്ന് കാണാം. അല്ല മാഷേ, എന്താ ഗൾഫ് പോകാനുള്ള തീരുമാനം? ജോലിക്കാ? ഹേ, നല്ലൊരു ജോലി ഇവിടെ കളഞ്ഞിട്ട് ഗൾഫ് പോയി ജോലി ചെയ്യേ. ഇന്റെ 2 ഫ്രണ്ട്സേ വിസിറ്റിങ്ങിന് പോകണ്ട്. അപ്പൊ ഓലെ കൂടെ ഗൾഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മോഷനും അവിടെ ഉണ്ടല്ലോ, അവിടെ എത്തിയാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മോശം നോക്കിക്കോളുമല്ലോ. പോകാനുള്ള വിസിൻ ടിക്കറ്റൊക്കെ അമ്മോശന അയച്ചു തന്നത്. മൂപ്പർക്ക് അവിടെ ബിസിനസിന്റെ ഓരോ തിരക്കും ടെൻഷനൊക്കെ അല്ലേ. 2 ആഴ്ച ഞാൻ അവിടെ നിൽക്കുമ്പോഴേ മനസ്സൊക്കെ ഒന്ന് തണുത്തൊന്ന് സന്തോഷിക്കട്ടെ എന്ന്. അമ്മോശനെ കൊണ്ട് രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ് അവനെ. ജോലിക്ക് കയറാനും വീട് വെക്കാനൊക്കെ അമ്മോശൻ തന്നെയല്ലേ സഹായിച്ചത്. അതുകൊണ്ടേ ₹1 കടല്ലാതെ കിട്ടുന്നത് ബാങ്കിൽ ഇട്ടുകാണ്ട് ഇങ്ങനെ നടക്കാലോ. എന്തെത്ര വലിയ അത്യാവശ്യം? അത്യാവശ്യം ഇപ്പൊ ഇതുകൊണ്ടൊന്നും തീരൂല. മരോനും ഓന്റെ 2 കൂട്ടുകാരും ദുബായ് കാണാൻ വിസിറ്റിൽ വരുന്നുണ്ടല്ലോ. ഇതിപ്പോ എനിക്ക് വിസിൻ ടിക്കറ്റ് എടുക്കാനാ. പിന്നെ എന്റെ 1-2 സഹായം കൂടി വേണം. അതെന്തേ? മരോൻ വന്നാ എങ്ങനെ ഞാൻ ഇന്റെ റൂമ് കെടുത്തുക? എനിക്കറിയാലോ ഞങ്ങള് 7 ആളെന്നാ ഇടുങ്ങിയ റൂമിൽ എങ്ങനെയൊക്കെ എടുക്കണെന്നുള്ളത്. അവിടെ എങ്ങനെയാ ഓനെ കെടുത്തുക? ഓലൊക്കെ നല്ല നിലയിൽ ജീവിക്കണോലല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ ഫ്ലാറ്റ് കാലിയാണ്, എന്റെ ഫാമിലി നാട്ടിൽ പോയതാ, ഓൻ അവിടെ നിന്ന് താമസിച്ചോട്ടെ. അൽഹംദുലില്ലാ, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കേ. ആന്നും കുഴപ്പമില്ല കുട്ടിയാക. പിന്നെ എന്റെ വണ്ടിയായിട്ട് നമുക്കൊന്ന് വന്ന് എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോ. എന്റെ റൂമിലാക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് തിരിച്ചു പോന്നോളാം. എന്റെ ഒഴിവനുസരിച്ച് ഞാൻ ഒന്ന് കണ്ടോളാം. പിന്നെ ഇനി 2 ആഴ്ച കൂടി സമയമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇവിടെ ഇരിക്കണ്ടാ? എന്തിനാ എത്ര നേരത്തെ എണീറ്റ്? നല്ല യാത്ര ചെയ്ത് വന്ന ക്ഷീണമൊക്കെ ഉണ്ടാവൂലേ? കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റാൽ മതിയായിരുന്നു. എനിക്കേ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ചായ പൊടുന്ന കിട്ടുക? കെറ്റലും വെള്ളമൊക്കെ കിച്ചണില്. ഇനി ദോശ വേണമെങ്കിൽ മാവത കലക്കിച്ച് ഫ്രിഡ്ജില്, പുട്ടുപൊടിയും മറ്റു സാധനങ്ങളൊക്കെ അത് കബോർഡില്. എന്താ വേണ്ടിച്ച ഉണ്ടാക്കി കഴിച്ചോ. ഇന്നലത്തെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കണ്ടിന്ന്. വാഷിംഗ് മെഷീൻ, സോപ്പ് പൊടി ഒക്കെ കിച്ചന്റെ സൈഡില്. ഞാൻ പോട്ടെ, നമുക്ക് വൈകുന്നേരം വന്നിട്ട് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാ, ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു. ഇവിടെ ശരിയാവൂലപ്പാ. ഞാൻ ഒന്നുകിൽ ഉപ്പാന്റെ അടുത്തേക്ക് അങ്ങോട്ട് താമസം മാറാം, അല്ലെങ്കിൽ വല്ല ഹോട്ടലിൽ റൂം എടുക്കാം. എന്തേ പറ്റി മോനെ? ഇവിടെ AC തണുപ്പില്ല, സൗകര്യങ്ങളും ഇല്ല. ഹോട്ടലിലാണെങ്കിൽ ഒരു ഫുഡ് നേരത്തിന് റൂമിൽ എത്തിച്ചു തന്നോളും. പിന്നെ ഡ്രസ്സ് അലക്കലും റൂം ക്ലീനിങ്ങും ഒക്കെ ഓലേനെ ചെയ്തോളും. നമ്മളൊന്നും അറിയണ്ട. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ്ട് വരാം. ഉച്ചക്ക് ഉറങ്ങണ ശീലമൊന്നും ഇല്ലല്ലേ? ഞങ്ങള് മാഷന്മാർക്ക് കൊടുത്താ ഉച്ചക്ക് ഉറങ്ങാൻ നേരം കിട്ടുക. ഫുഡാ കഴിച്ചോ? ഇപ്പൊ ഫുഡ് ആയിട്ട് വന്നിന്ന്. ഈ ബുർജ് ഖലീഫ ഇവിടെ അടുത്താ? ഒരു 10-15 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അതിന്റെ അടുത്തൊക്കെ
ഹോട്ടൽ റൂമിന് നല്ല റേറ്റ് ആവുമോ? ആ ഒന്നും എനിക്കറിയില്ല. അലക്കിയില്ലേ? ഇല്ല, ആ മെഷീനിലിട്ട് കഴിഞ്ഞാലേ എൻ്റെ ഡ്രസ്സ് ഡാമേജ് ആവും. അത് ലോണ്ടറി തന്നെ കൊടുക്കണം. എന്നാലേ ഈ ബിൽഡിങ്ങിന്റെ നേരെ താഴെ തന്നെ ഒരു ലോണ്ടറി ഉണ്ട്. മാഷ് അവിടെ കൊടുത്തിട്ട് പോരും. ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഈ ലോണ്ടറിയിലൊക്കെ എത്ര ശമ്പളം ഉണ്ടാവും? ലോണ്ടറിയിൽ ഒരു 1000, 1200, കൂടിയ ഒരു 1500 ദിർഹംസ് കിട്ടും. നാട്ടിലെ പൈസ? നാട്ടിലെ ഒരു 25,000, 30,000 ഉറുപ്പ്യൊക്കെ. ഞാനവിടെ താഴത്തെ ആ ലോണ്ടറി താളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നേ, എങ്ങനെ ഇവരൊക്കെ ഇവിടെ പണിയെടുക്കണേ അല്ലേ? ഇതാണ് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞുള്ള കുഴപ്പം. പഠിച്ചവർക്ക് എവിടെ ചെന്നാലും ജോലി കിട്ടും. അപ്പൊ നാട്ടിലാണെങ്കിലും ഞാനിപ്പോ മാസത്തിൽ 65 റുപ്യ ശമ്പളം വാങ്ങണില്ലേ? അല്ല, എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ ചിലവർക്ക് ജീവിത സാഹചര്യം. പഠിക്കാത്തോലെ ഗൾഫിക്ക് വരാതിരിക്കുക നല്ലത്. ഈ കിട്ടണ 25,000 റുപ്യന്ന് പോലെ ചെലവും കഴിച്ച് ബാക്കി നാട്ടിൽ അയച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? അതിലും നല്ലത് നാട്ടിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുക. പക്ഷെ ആ ചിന്ത ഇവിടെ ഗൾഫുകാരെ ഊറ്റി ജീവിക്കുന്ന നാട്ടുകാർക്കും വേണം. ഗൾഫ് എന്ന് കേട്ടാ ഇവിടെ വാര്യാന്ന ചിലരൊക്കെ വിചാരം. എന്തായി ദുബായിലെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടോ? ആ, കുറച്ചൊക്കെ കണ്ടു. ഉപ്പ 1000 ദിർഹംസ് തന്നിരുന്നു. പന കാണുകയാണെങ്കിൽ ഒരു 1000 ദിർഹംസ് കൂടി വാങ്ങണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഐഫോണും വേണം വാങ്ങുക. മാഷേ, നിങ്ങൾ ഈ റുക്സാന ലോണ്ടറി കണ്ടോ? അവിടെ മാഷ്ക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുത്തിട്ട് ജീവിതം കരകയറാത്തൊരു മനുഷ്യൻ. നമ്മളെ നാട്ടുകാരനാ? എന്നാ ഒന്ന് കാണണല്ലോ. മാഷേ വരി പറയട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, പഠിക്കാത്തൊരു ഗൾഫിക്ക് വരുന്നേക്കാളും നല്ലത് നാട്ടിൽ കൂലിപ്പണിയെടുക്കാണെന്നൊക്കെ. മറ്റുള്ളവരുടെ ജീവിതം കളറാക്കാൻ വേണ്ടി സ്വയം മങ്ങിയ 1001 ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടത്. പേരുകൊണ്ട് ഓലും ഗൾഫുകാർ തന്നെയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിന്ന് വെച്ച് വിവേകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഞാൻ തന്നെയാണ്. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉപ്പ എന്റെ കൂടെ ഉണ്ടാവണം. ഉപ്പ അവിടെ വാങ്ങണിന്റെ 3 ഇരട്ടി ഞാൻ നാട്ടിൽ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിന്റെ ഒരു ഓഹരി മതി ഉപ്പാക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ. ഇനിയുള്ള കാലം ഉപ്പാനെ ഞാൻ നോക്കും. ചില തിരിച്ചറിവുകളൊക്കെ നല്ലതാണ്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ പ്രവാസികളെക്കുറിച്ച് അവർ പറയുന്നത്. ഇത് ശരിക്കും ലൈഫാണ്. ഈ ജാഫർക്ക ടീമിൻ്റെ ഓരോ വീഡിയോകളും ഇങ്ങനെ തന്നെയാണ്. ഇതുവരെ ഒരു അഭിനയമാണെന്ന് തോന്നൂലല്ലോ. ശരിക്കും ഒരു പ്രവാസം. എൻ്റെ മകൾ പറയണം, ഞാൻ മാമനോട് ഒരു ലാപ്ടോപ്പും ഐഫോണൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ ഞാൻ ക്യാൻസലാക്കി. സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു ദുരിതം എനിക്ക് മനസ്സിലായത്. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയൊരു വിജയം തന്നെ അതാണ്. ജനങ്ങൾക്ക് പ്രവാസികൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. പലരും അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പലരുടെയും കുടുംബത്തിൽ പ്രവാസികളായ ആളുകളുണ്ടാവും. ഒന്നിക്കലും വീട്ടിൽ ഭർത്താവ് ഉണ്ടാവും, സഹോദരനുണ്ടാവും, അമ്മാവന്മാരുണ്ടാവും. നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് അത് വേണം, ഇത് വേണം. ചില മരക്കൾ അങ്ങനെയാണ്, അളിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ അത് അവിടുന്ന് തരാനുള്ള ഒരു കഴിവുണ്ടോ? അവരെങ്ങനെ തരുന്നത്? ഇതൊന്നും അറിയണ്ട. നമ്മൾ അവിടെ അങ്ങനെ വെറുതെ കെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബദാം അവിടെ വെറുതെ കെടുക്കല്ലേ, അണ്ടിപ്പരിപ്പ് അവിടെ വെറുതെ കെടുക്കല്ലേ, നാട്ടിലേക്കെങ്ങാനും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ കൊണ്ടുവന്ന പ്രവാസിക്ക് കൊടുക്കില്ല. എനിക്കിതൊക്കെ അവിടെ നിന്ന് ഇടക്കിടക്ക് കിട്ടണമല്ലോ, ഇത് ഞങ്ങൾ തിന്നട്ടെ. ഈ ഞങ്ങൾ തിന്നട്ടെ എന്ന് പറയുന്ന പ്രവാസികൾ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ്. ഈ ജാഫർക്ക ടീമിൻ്റെ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയം എന്താ പറയുക, അവർ പ്രവാസികളാണെന്നും പ്രവാസികളുടെ ലൈഫ് അവർക്ക് ശരിക്കും അറിയാം. അതെത്ര മനോഹരമായിട്ടാണ് അവർ അഭിനയിക്കുക തോന്നുന്നില്ല, ജീവിക്കുകയാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. പ്രവാസികളെ നമ്മൾ മനസ്സിലാക്കുക, പ്രവാസികളോട് അനാവശ്യമായിട്ട് അവരെ പിടിയാതിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ പ്രവാസികളുണ്ടാവും. ആ പ്രവാസികൾ 2 തരത്തിൽ പ്രവാസികളെ പിഴിയും. ഒരു നാട്ടിലെല്ലാം ചെയ്തുണ്ടാക്കും. എന്നിട്ട് പള്ളിപ്പിരിവ്, മദ്രസ പിരിവ്, കമ്മിറ്റി പിരിവ്, പല പിരിവിനും, വിവാഹപ്പിരിവ്. പ്രവാസികൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. നാട്ടിൽ വലിയ സമ്പന്നരായ ആളുകൾ കുറഞ്ഞ തുക എഴുതും. ഇതൊക്കെ പ്രവാസികളുടെ തലയിലിടും. ഈ പ്രവാസികൾ അത്തരം ദുരിതം ഉണ്ടാക്കി ചെയ്യുന്ന ആളുകളുടെ കണ്ണീരുണ്ടാക്കി പ്രാഗിയിട്ട് കാശ് മേടിച്ചിട്ട് നമ്മൾ കുറേ നബിദിന ആഘോഷിച്ചിട്ടും കുറേ മറ്റ് ആഘോഷങ്ങൾ നടത്തിയിട്ടും എന്ത് പ്രയോജനമുള്ളത്? പ്രവാസികളാണെങ്കിൽ ഇവർക്ക് പറയാൻ അറിയില്ല. എന്ത് ചോദിച്ചാലും ഇത് ഞങ്ങൾ വിചാരിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പ്രവാസികളെ പിഴിയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് പ്രവാസി. പല ആളുകളും വളരെ ദുരിത ലൈഫിലൊക്കെ ആയിരിക്കും പ്രവാസിയായിട്ട് നിൽക്കുന്നുണ്ടാവുക. നമ്മളതൊന്നും നോക്കൂല.
എൻ്റെ മാമൻ ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ മാമനോട് ഓരോന്ന് കൊണ്ടുവരാൻ പറയാം. എൻ്റെ എളാപ്പ ഗൾഫിലാണ്, എന്നാൽ ഒക്കെ കൊണ്ടുവരാൻ പറയും. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ചില ഭാര്യമാരുടെ ആങ്ങളാർ പോയി പറയും, ചേച്ചി അളിനോടൊന്ന് പറഞ്ഞു കൊടുക്ക്, അളിന് അത് കൊടുന്നൂടെ, അതെന്താ എല്ലാവർക്കും അങ്ങനെയല്ലേ. ആ കാലൊക്കെ മാറിയോടെ അതൊക്കെ ഇവിടെയും കിട്ടും. പ്രവാസികൾ എന്താണെന്ന് പ്രവാസികൾ പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് ഇന്നത് ജോലിയാണ്, ഞങ്ങൾ ഇന്ന പോലെ താമസിക്കണത്, ഇന്ന കഴിവേ ഞങ്ങൾക്കുള്ളൂ, അനാവശ്യമായിട്ട് ഒന്നും പ്രതീക്ഷിക്കണമൊന്നും കിട്ടൂല എന്ന് തുറന്നു പറയണം. പ്രവാസികൾ അങ്ങനെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ലൈഫ് പിന്നെയും നിങ്ങളെ പിഴിയും. ഞാൻ മനസ്സിലാക്കുമ്പോൾ പ്രവാസികളെ പിഴിയുന്ന ആൾക്കാരൊന്ന് കുടുംബക്കാരിങ്ങനെ ഓരോരോ സാധനങ്ങൾ പറഞ്ഞിട്ട് പിഴിയും. രണ്ടാമത് ഈ പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റി, ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, അവർ കാര്യം അറിയില്ല. ഈ നാട്ടിൽ തന്നെ വലിയ സമ്പന്നരായ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ നാട്ടിലല്ല ചെറിയ തുക പ്രവാസികളെ തലേക്കിടുകയാണ്. ഇത്രയും വലിയൊരു തുക ഇനി നിങ്ങളാണ് തരേണ്ടത്, അത് പ്രവാസികൾ പിരിച്ചു തരണം. അവർക്കത് തരാളെ പാകമുണ്ടോ ഇല്ലേ എന്നുള്ളവർ നോക്കില്ല. അത് നോക്കേണ്ട ആവശ്യമില്ല, ഗൾഫിലല്ലേ, വീട്ടിലൊരാൾ ഗൾഫിലുണ്ടല്ലോ. എന്ത് കഥയാണ്. ചില ആൾക്കാർ ഇവിടുന്ന് ഗൾഫിൽ കണ്ട് പോവും, പിരിവിനാണെന്നൊന്നും പറയൂല. എന്നിട്ട് അങ്ങോട്ട് ഓരോരുത്തരെ പോയി കണ്ടിട്ട് ഗൾഫിലല്ലേ ഞാൻ പഠിപ്പിച്ചതല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അയാളവിടെ ഏത് അവസ്ഥയിലാണ്, അയാളിങ്ങനെ മൂട്ടിന് തീ പിടിച്ചോടുന്ന ആളാവും. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്കെന്ത് മതി? ദീപസ്തംഭം മഹാശരീരം നമുക്കും കിട്ടണം പണം. ആ അവസ്ഥ പ്രവാസികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. പ്രവാസികൾ ആർക്കും പിഴിയാനുള്ളതല്ല. എന്തായാലും പ്രവാസികളെ കുറിച്ചിട്ട് അതിമനോഹരമായിട്ട് ജാഫ്രിക്ക ടീം ആ വീഡിയോ ഇറക്കി. അവരോട് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുന്നാര മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞു. ഏത് മകളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതെൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞത് എന്നാണ് ചോദ്യം. ഏത് മകളുടെ പേരാണ്, ആ മകളുടെ പേരാണ് നിങ്ങൾ കമൻറ്റായിട്ട് ഉത്തരം എഴുതേണ്ടത്. കൂട്ടത്തിൽ ഇൻഷാ ഒരു കാര്യം കൂടി പറയേണ്ടത്, നമ്മളെ റബീഉൽ അവ്വലിൻ്റെ മദ്ഹ് ഗാന മത്സരം ഉണ്ടല്ലോ, ആ മത്സരത്തിലേക്ക് ഒരുപാട് പേര് വീഡിയോ അയക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഓഡിയോ അയക്കരുത്, ശബ്ദമായിട്ട് മാത്രം, ഓഡിയോ മാത്രമായിട്ട് അയക്കരുത്. ചില ആൾക്കാർ കാണാം യൂട്യൂബിൻ്റെ ലിങ്ക്, ഇൻസ്റ്റാ ലിങ്ക്, ഇതൊക്കെ അയച്ചു തന്നിട്ട് നമ്മൾ എടുത്തോളണം. ദയവേത് നിങ്ങൾ അങ്ങനെ ഒന്നും അയക്കണ്ട. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയൊന്നും വേണമെന്നില്ല, ഏത് പ്രായവും പ്രശ്നമല്ല. പാടിയിട്ട് നിങ്ങളെ മൊബൈലിൽ ഇപ്പോൾ ഐഫോണില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണം, ഞാൻ ഐഫോണിലല്ലല്ലോ, നമ്മളേക്കലും ഐഫോണില്ല. അപ്പോൾ സാംസങ്ങിൽ എന്ത് വീഡിയോയിലും വേണ്ട, നിങ്ങളൊരു വീഡിയോ എടുത്തിട്ടാണ് അയക്കല്ല. അത് മറ്റൊന്നോ ചാനലിന് കൊടുത്തതോ മറ്റേതെങ്കിലും നിങ്ങൾ റെക്കോർഡ് ചെയ്തതൊന്നും അയക്കേണ്ട. പ്രസൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്നൊരു ഫോണിൽ വീഡിയോ എടുത്തിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. അയക്കേണ്ട നമ്പർ 99 46 02 5819 എന്നുള്ള നമ്പറിലേക്ക് അയക്കാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്ക് നബിദിന മദ്ഹ് ഗാന മത്സരങ്ങൾ ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.